ഒരു തെരഞ്ഞെടുപ്പ് കൂടി സമാഗതമായിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികളെ ജനസമക്ഷം പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം എന്നുള്ളത്. തിരുവനന്തപുരത്തെ യുവജന സമരങ്ങളിലെ സ്ഥിരം കാഴ്ചയായ ചെമ്പഴന്തി ഉദയനാണ് ചെല്ലമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥി. ADB വായ്പയ്ക്കെതിരായ സമരത്തിലൂടെയാണ് ചെമ്പഴന്തി ഉദയൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചക്രവാളത്തിൽ താരമായി ഉയരുന്നത്. കഴക്കൂട്ടംകാരോട് ദേശീയപാത വികസനം, കഴക്കൂട്ടം ഓവർ ബ്രിഡ്ജ്, ടെക്നോ പാർക്കിന് മുന്നിലെ അടിപ്പാത എന്നിവയൊക്കെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അംഗീകാരം നേടിയെടുത്തതോടെയാണ് ഉദയൻ താരമായി ഉയരുന്നത്. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുടങ്ങി ഒട്ടേറെ സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ചെമ്പഴന്തി ഉദയൻ ഐരൂർ ദേവസ്വം ഉപദേശക സമിതി പ്രസിഡന്റാണ്. ഐരൂർ ക്ഷേത്ര സന്നിധിയിൽ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും പ്രഥമ സംഗമം നടന്ന സ്ഥലത്ത് ദേവസ്വം ബോർഡിനെ കൊണ്ട് സ്മൃതി മണ്ഡപം ഉണ്ടാക്കി നാടിന് സമർപ്പിച്ചത് ചെമ്പഴന്തി ഉദയന്റെ നേതൃത്വത്തിലാണ്. വിപ്ലവകാരികളായിരുന്ന ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും സംഗമിച്ച് മണ്ണിന് ഒരു ശക്തിയുണ്ടെങ്കിൽ, ഒരു അന്തസ്സുണ്ടെങ്കിൽ, ഒരു സത്യസന്ധതയുണ്ടെങ്കിൽ ആ സത്യസന്ധതയാണ് ഒരു മുദ്രയായി നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് രാജേട്ടൻ ഇവിടെ ചാർത്തി നൽകുന്നത്. എല്ലാവരും ഒരുമിച്ചിനി ഈ നാടിൻ മോചകരാകേണം. അഴിമതി ഇവിടൊരു തൊഴിലായി മാറ്റിയ മുന്നണി രണ്ടും തകരേണം. നാം ഉണരേണം, നാം ഉണരേണം. നാം എല്ലാവരും ഒരുമിച്ചിനി ഈ നാടിൻ മോചകരാകേണം. അഴിമതി ഇവിടൊരു തൊഴിലായി മാറ്റിയ മുന്നണി വാർഡിൻ്റെ ശോചനീയാവസ്ഥ. ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ റോഡിൽ ഗതാഗത യോഗ്യമല്ല. അതുമാത്രമല്ല, ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും സ്ട്രീറ്റ് ലൈറ്റ് പോലും. തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമാണോ എന്നുള്ളത് നമുക്ക് സംശയമില്ല. കഴിഞ്ഞ 5 വർഷം LDF ആണ് നഗരസഭ ഭരിച്ചത്. LDFിൻ്റെ കൗൺസിലറാണ് ഇവിടെ നിന്ന് ജയിച്ചു പോയത്. കൗൺസിലർ എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ് ഇവിടെ ജയിച്ചു പോയിട്ടുള്ള കൗൺസിലർ. ആ ചെല്ലമംഗലം വാർഡിന് അതിനുള്ള വികസനം ഉണ്ടായിട്ടില്ല. എവിടെ നോക്കിയാലും ഗതാഗതത്തിന് അന്യമായി നിൽക്കുന്ന റോഡുകളാണ്. ശുദ്ധജലം എത്തിക്കുന്നതിൽ പോലും പരാജയപ്പെട്ടു. ഇതൊരു കോർപ്പറേഷനാണോ എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ വാർഡ് 8ഓളം ബൂത്തുകളുള്ള ഒരു വലിയൊരു വാർഡാണ് തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ. ഈ വാർഡിൽ ഇന്നും ഒരുപക്ഷെ സ്വന്തമായി കക്കൂസും അതുപോലെ തന്നെ പാർപ്പിടവും ഇല്ലാത്ത ആളുകൾ നിരവധിയുണ്ട്. ഗതാഗത യോഗ്യത്തിന് മാത്രമല്ല, സ്വന്തമായി ഇവിടെ ഒരു ഗ്രൗണ്ടോ അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി സെൻ്ററോ ഒന്നുമില്ല. പഴയ ശ്രീകാര്യം പഞ്ചായത്തിൻ്റെ സോണൽ ഓഫീസ്, കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസായി പ്രവർത്തിക്കുന്ന ഒരു വാർഡാണ് ചെല്ലമംഗലം വാർഡ്. ആ തരത്തിൽ പരിഗണനയില്ല. പഞ്ചായത്തായിരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ പോലും ഇപ്പോൾ കോർപ്പറേഷനായപ്പോൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഈ വാർഡിൽ സമഗ്രമായിട്ടുള്ള പുരോഗതി, സമ്പൂർണ്ണമായിട്ടുള്ള വികസനമാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ
ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വിജയപ്രതീക്ഷ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസം കഴിയുന്തോറും ജനങ്ങളുടെ സമ്മതിദായകരുടെ പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘടനയ്ക്ക് ഏറെ വേരോട്ടമുള്ള ചെല്ലമംഗലം പിടിക്കുവാൻ ജില്ലാ ജനറൽ സെക്രട്ടറി ചെമ്പഴന്തി ഉദയനെ തന്നെയാണ് BJP ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. BJP-ക്കൊത്തണി ചേരാനായി വെമ്പുകയാണീ നാട്. ജനങ്ങളേകും BJP-ക്കിനി വോട്ട്. BJP-ക്കൊത്തണി ചേരാനായി വെമ്പുകയാണീ നാട്. ജനങ്ങളേകും BJP-ക്കിനി വോട്ട്. ജനവഞ്ചകരുടെ പാഴ്വാക്കുകളിൽ വീടില്ലിവിടിനി ആരും. ഇനി വേണ്ടി വിടി മുന്നണി രണ്ടും, അതിനാണീ പുതുപടയോട്ടം. അണിയൂർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കൂടിയായ ശ്രീ ചെമ്പഴന്തി ഉദയനെ നാട്ടുകാർക്കെല്ലാവർക്കും സുപരിചിതനാണ്. ചെല്ലമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ചെമ്പഴന്തി ഉദയൻ എന്ന ഞാൻ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണ് എങ്കിൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ പ്രഥമവും പ്രധാനവുമായി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സഞ്ചാരയോഗ്യമായിട്ടുള്ള പാതകൾ, എവിടെയും സ്ട്രീറ്റ് ലൈറ്റുകൾ, ഇവിടെ വികസനം അന്യം നിൽക്കുന്ന ഈ ഡിവിഷനിൽ ഇവിടെ ശുദ്ധജലത്തിന് വളരെ ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. ചികിത്സാ സൗകര്യം ഇവിടെ നിന്ന് കിട്ടണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടി പോവേണ്ട ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഏറ്റവും ജനനിബിഡമായിട്ടുള്ള പഴയ ശ്രീകാര്യം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു പ്രാഥമിക ചികിത്സാ കേന്ദ്രം മിഡ്വൈഫ് സെൻറ്റർ എന്ന ഒരു സെൻറ്റർ ഇവിടെ ഈ വാർഡിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ രോഗികളെ ചികിത്സിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, കിടക്കാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ആതുര സേവന രംഗത്ത് ഈ വാർഡിൽ ഒരു സ്ഥാപനം ഉണ്ടാവണം എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. ഞാൻ എവിടെയും ഭവന സന്ദർശനം നടത്തുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് രോഗികളാണ്. സ്ഥിരമായി കിടക്കുന്ന രോഗികൾ വാസ്തവത്തിൽ വീട് പുറത്തിറങ്ങുവാൻ, അതുപോലെ തന്നെ വാഹനം പിടിച്ച് മറ്റ് ചികിത്സാ സൗകര്യം കിട്ടുന്ന സ്ഥലത്ത് പോകാൻ സാധിക്കാതെ നിൽക്കുന്ന രോഗികൾ, അവർക്കൊരു ശാന്തനമേകാൻ വേണ്ടിയിട്ട് ഈ മിഡ്വൈഫ് സെൻറ്റർ ഒരു നല്ല ചികിത്സാ കേന്ദ്രമായി മാറണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശുദ്ധജലം, ഗതാഗതം, അതേപോലെ തന്നെ ഇവിടെ ഈ വാർഡിനകത്ത് കളിക്കുവാൻ ഒരു ഗ്രൗണ്ട് അത്യാവശ്യമാണ്. ഇവിടെ കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസ് പഴയ പഞ്ചായത്ത് ഓഫീസായി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഒരു സാംസ്കാരിക നിലയമോ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനുള്ള ഒരു സൗകര്യമില്ല. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ഞങ്ങൾ പലരും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് അനുവാദം വാങ്ങിച്ചുകൊണ്ട്. ഇവിടെ ഒരു കൺവെൻഷൻ സെൻ്ററോ അതേപോലെ തന്നെ വിഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ചടങ്ങുകൾ നടത്തുവാനോ ജനങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ ഒരു സെൻറ്റർ അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. നൂറുകണക്കിന് ആളുകൾ, വിധവകളായിട്ടുള്ള ആളുകൾ പെൻഷൻ കിട്ടാതെ ഇവിടെ കരഞ്ഞ് നിലവിളിക്കുന്ന അമ്മമാർ. അതേപോലെ തന്നെ ഒരു കാർഷിക മേഖലയാണ്. ഇവിടെ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രവർത്തനങ്ങൾ ഒരു കൃഷിഭവൻ സോണൽ ഓഫീസിൽ കൂടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കാർഷിക മേഖലയെ കൂടുതൽ കാര്യക്ഷമമായി മാറ്റേണ്ടതായിട്ടുണ്ട്. ഇവിടെ തന്നെ കണ്ണീർ തടങ്ങൾ, കുളങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന ഏതാണ്ട് ഞാൻ നേരിൽ കാണാൻ വേണ്ടി സാധിച്ചത് 10-15ഓളം കുളങ്ങൾ ഒരു കാലഘട്ടത്തിൽ കുളിക്കുവാനും അതുപോലെ തന്നെ മറ്റ് കൃഷിക്ക് ആവശ്യമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുളങ്ങൾ ഇന്ന് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കൂമ്പാരമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാഴ്ചയിൽ നിരവധി
നിരവധി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ വാർഡിൽ നിന്ന് ഒരു കൗൺസിലറായി ജയിക്കുവാൻ വേണ്ടി സാധിച്ചാൽ ഞാൻ ആദ്യമായി പരിഗണന കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. പൊതുപ്രവർത്തനത്തിൻ്റെ 35 വർഷം പൊതുപ്രവർത്തന ഒരു ജനപ്രതിനിധി അല്ലാതിരുന്നിട്ട് പോലും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ, ഈ നാടിൻ്റെ പുരോഗതിക്കായി ഒരു പൊതുപ്രവർത്തനം എന്നുള്ള ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയാകുമ്പോൾ അത് കൂടുതൽ എനിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനിവിടുത്തെ സമ്മതിദായകർ എന്നെ തിരഞ്ഞെടുക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. നിഷ്കളങ്കനായ നാട്ടുകാരൻ എന്നൊരു പരിവേഷം തന്നെയാണ് ഉദയനെ വേറിട്ടതാക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് വ്യക്തമായൊരു പരിഹാരം കാണുമെന്ന ഉറപ്പിൽ തന്നെയാണ് അദ്ദേഹം. ജനവഞ്ചകരുടെ പാഴ്വാക്കുകളിൽ വീടില്ലിവിടിനി ആരും, ഇനി വേണ്ടി വിടി മുന്നണി രണ്ടും, അതിനാണീ പുതുപടയോട്ടം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതും പര്യടനം നടത്തുന്നതും ബഞ്ചാവൂട് ശ്രീനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ സി ബ്ലോക്കിലാണ്. ഇവിടെ തന്നെ ഗതാഗതം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഓട, സഞ്ചാരയോഗ്യമല്ലാത്ത റോഡ്, വളരെ ഇടുങ്ങിയ റോഡാണ്. ഈ റോഡിൽ തന്നെ ഓടയിൽ സ്ലാബുകൾ ഇട്ടുകൊണ്ട് കൂടുതൽ ഗതാഗത സൗകര്യത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെയും പ്രശ്നമെന്ന് പറയുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ. ഏറ്റവും കൂടുതൽ റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ ശ്രീനഗർ ഈ സി ബ്ലോക്കിലുള്ളത്. സന്ധ്യയായാലും ഇരുട്ടാണ്. ഇവിടെ ഇരുട്ടിൽ തപ്പുന്ന ആ സമൂഹത്തിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമമായിട്ടുള്ള കർത്തവ്യം. ജയിച്ച് വന്നാൽ ഇതിനൊക്കെ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു കൗൺസിലർ എന്ന നിലയിൽ പ്രഥമവും പ്രധാനവുമായും ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യമാണ് ഗതാഗത യോഗ്യവും അതുപോലെ തന്നെ വെളിച്ചം എത്തിക്കുക എന്നുള്ളത്. അതിന് ഞാൻ മുന്തിയ പരിഗണന ജയിച്ചു വരികയാണെങ്കിൽ കൊടുക്കും എന്ന് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി എനിക്ക് സാധിക്കും. നവയുഗ ഭാരത സാരഥി നരേന്ദ്ര മോദിക്ക് അഭിവാദ്യം, നരേന്ദ്ര മോദിക്ക് അഭിവാദ്യം. നവയുഗ ഭാരത സാരഥി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെല്ലമംഗലം ഡിവിഷനിൽ ഉള്ള ഒരു നാട്ടുകാരനായ ഞാൻ എൻ്റെ അഭിപ്രായം പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഡിവിഷനകത്ത് നടന്നിരിക്കുന്ന വികസന ഈ കഴിഞ്ഞ LDFൻ്റെ KS ഷീല എന്ന് പറയുന്ന കൗൺസിലർ നടപ്പിലാക്കിയ വികസനത്തെക്കുറിച്ച് അവർ കൊട്ടിഘോഷിക്കുമ്പോൾ ഈ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ച് വളരെയേറെ പറയുവാനുണ്ട്. പ്രധാനമായിട്ട് ഞാൻ ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങാം. നമ്മളെ കട്ടച്ചൽ ഈ പ്രദേശം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ പൗടിക്കോണം മുതൽ ഇടത്തറ വരെ വരുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് നിരവധി അവിടെ പല സംഘടനകളും നിരവധി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് പോലും ഒരു 2 വർഷക്കാലമായിട്ട് ആ പറയ്ക്കോട് താഴെ വെള്ളം കെട്ടിക്കിടക്കുന്ന ആ ശോചനീയാവസ്ഥ കണ്ടിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു രീതിയാണ് കണ്ടത്. അതുപോലെ തന്നെ ആ പ്രദേശത്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും സ്ഥാപിക്കുവാനോ ആ വാർഡുകളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനോ അവർക്ക് സാധിച്ചിട്ടില്ല. ആ പ്രദേശത്ത് അതുപോലെ തന്നെ നമ്മുടെ ഈ അടുത്ത സ്ഥലം ഇങ്ങോട്ട് വരുമ്പോൾ അയ്യങ്കാളി നഗർ എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുകയാണ് ആൾക്കാർ. അവിടെ ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്, പൈപ്പ് കുറ്റികളൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ അവിടെയെങ്ങും ശരിക്കും വെള്ളം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു. അതിന് തൊട്ട് താഴേക്ക് വരുമ്പോൾ ഇരിഞ്ഞല്ലൂർ കുളം എന്ന് പറയുന്ന കുളമുണ്ട്. അവിടെ ജനങ്ങൾ ധാരാളമായിട്ട് ആ കുളം ഉപയോഗിച്ചു കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായി. ഇപ്പോൾ ആ കുളം ഉപയോഗശൂന്യമായിട്ട് പുല്ല് കയറി വളരെ അന്യാധീനപ്പെട്ട് കിടക്കും. അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് കരിയം ദേവീക്ഷേത്രം വരുന്ന ഭാഗത്ത് നിന്ന് ബെഞ്ചാവോട് വരുന്ന ഭാഗത്തേക്ക് വരുന്ന
ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് നിരവധി തവണ അതിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ജനവാസികളെന്ന നിലയിൽ നിരവധി പരാതികൾ കൗൺസിലർ കൊടുത്തിട്ട് പോലും ആ പരാതികൾ പരിഗണിക്കാതെ വളരെ നികൃഷ്ടമായിട്ട് കാണുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ വിധവാ പെൻഷനായിരുന്നാലും ശരി, വാർദ്ധക്യകാല പെൻഷനായിരുന്നാലും ശരി, ഈ മണ്ണും വീടും പദ്ധതിയിലൂടെ ഈ വീട് അനുവദിച്ച് കൊടുത്തതിലൊക്കെ തന്നെ രാഷ്ട്രീയക്കാർക്ക് മാത്രം വീതം വെച്ച് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. അതുപോലെ തന്നെ കരിയം ജംഗ്ഷനിൽ നിന്ന് ഇടവക്കോട്ടേക്ക് പോകുന്ന ആ റോഡ് കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയ സ്ഥിതിയാണ്. ആ റോഡിലൂടെ നിരവധി പേര് സഞ്ചരിച്ച് ആ കുഴിയിലേക്ക് വീണ് അപകടം പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു സംഭവത്തിലാണ് എനിക്കും ഈ കൈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുവാനുള്ള കാരണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ വലിയ വീട് ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്ന ഇടവക്കോട് നിന്ന് വലിയ വീട് ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയിലാണ്. അത് വളരെ പൊളിഞ്ഞ് അത് കിടക്കുകയാണ്. അതും ഈ പറഞ്ഞ കണക്ക് റോഡ് വികസനം നടത്തുന്ന സമയത്ത് ഈ കൗൺസിലർക്ക് വോട്ട് കിട്ടിയ സ്ഥലങ്ങളിൽ മാത്രമാണ് വികസനം എത്തിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മറ്റ് വോട്ട് കിട്ടാത്ത മേഖലകളിൽ ആ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഈ കൗൺസിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ ചെയ്തത്. അതുപോലെ തന്നെ ഈ രണ്ടാഞ്ചിറ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് രണ്ടാഞ്ചിറ കുറച്ച് ഭാഗം കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്ന നമ്മുടെ നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡായിരുന്നാലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. അതുപോലെ വിഷ്ണു നഗർ ശ്രീകൃഷ്ണപുരം ഭാഗത്തേക്ക് ആ ഇടറോഡുകളായിരുന്നാലും ശരി, അതും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. റോഡ് വികസനം നടന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കൗൺസിലറിനെ ഇനിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലറെ വിജയിപ്പിച്ചയക്കുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന 5 വർഷക്കാലം ഈ പ്രദേശത്ത് ദുരിതം തന്നെ അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു മനുഷ്യനെ ശരിക്കും മനുഷ്യനായിട്ട് പോലും കാണുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അവർ പാർട്ടി മെജോറിറ്റിയുള്ള സ്ഥലങ്ങളിൽ മാത്രം അവർ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയാണ്. കാർഷിക മേഖലയായിരുന്നാലും ശരി, ഏത് മേഖലയായിരുന്നാലും ശരി, വിത്ത് കൊടുക്കുന്നതിലായിരുന്നാലും ശരി, തൈകൾ കൊടുക്കുന്ന ഈ മറ്റുള്ള തൈകൾ വിതരണം ചെയ്യുന്ന സമയത്തായിരുന്നാലും ശരി, അതൊക്കെ തന്നെ അവർ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ 5 വർഷക്കാലം ഈ ഭരണം മാറണമെന്നാണ് ഞങ്ങളെപ്പോലെയുള്ള നാട്ടുകാർ ആഗ്രഹിക്കുന്നത്.